കേരള രാഷ്ട്രീയത്തിലും പരസ്യ പ്രചാരണ ചരിത്രത്തിലും സമാനതകളില്ലാത്ത ഒരു വിവാദത്തിനാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത്. സാധാരണഗതിയിൽ ഒരു സർക്കാർ തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തൊട്ടു മുമ്പത്തെ സർക്കാരിനെ അക്കമിട്ട് പരിഹസിച്ചുകൊണ്ട് പഴയ പത്രവാർത്തകളെ ആയുധമാക്കി ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ രീതിയിൽ സർക്കാർ ഖജനാവിലെ പണം ചിലവഴിച്ചതും കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ എടുത്തു നോക്കിയ വായനക്കാർ ആദ്യം ഒന്ന് ഞെട്ടി. പത്രത്തിന്റെ ഒന്നാം പേജിൽ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാന വാർത്ത ഇന്നു മുതൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് എന്നായിരുന്നു. രാവിലെയും വൈകിട്ടുമായി അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന വാർത്ത കണ്ട് പലരും ഓർത്തത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ചാണ്. എന്നാൽ വാർത്തയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്നപ്പോഴാണ് പലർക്കും കാര്യം മനസ്സിലായത്. അത് ഇന്നത്തെ വാർത്തയല്ല, മറിച്ച് 10 വർഷം മുമ്പത്തെ, കൃത്യമായി പറഞ്ഞാൽ 2012 സെപ്റ്റംബർ 27 വാർത്തയാണ്. പത്രത്തിന്റെ ഒന്നാം പേജ് മുഴുവൻ പഴയ വാർത്തകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. KSRTC പൂട്ടുന്നു, ട്രഷറി പൂട്ടുന്നു, ദേശീയപാത വികസനം നിർത്തിവെക്കുന്നു, സ്കൂളുകൾ പൂട്ടൽ ഭീഷണിയിൽ എന്നിങ്ങനെ കേരളം അങ്ങേറ്റം പ്രതിസന്ധിയിലാണെന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളുടെ ഒരു സമാഹാരം. ഇതിന് തൊട്ടടുത്ത പേജിൽ ഇതേ മാതൃകയിൽ മറ്റൊരു പേജ്. അവിടെയെല്ലാം പോസിറ്റീവ് വാർത്തകളാണ്. LDF സർക്കാർ വന്നതോടെ കേരളം എങ്ങനെയെല്ലാം മാറി എന്നതിന്റെ വിവരണങ്ങൾ. ഇത്തരമൊരു പരസ്യതന്ത്രം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കിയത് കേരളത്തിൽ ആദ്യമായാണ്. സാധാരണയായി സർക്കാർ പരസ്യങ്ങൾ വിരസമായ കണക്കുകളിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങളും നിരത്തിയവയായിരിക്കും. എന്നാൽ ഇവിടെ PRD സ്വീകരിച്ചത് കമ്പാരിസൺ മാർക്കറ്റിംഗ് എന്ന തന്ത്രമാണ്. 10 വർഷം മുമ്പുള്ള UDF ഭരണകാലത്തെ പോരായ്മകളെ ഇന്നത്തെ നേട്ടങ്ങളുമായി താരതമ്യം ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്തത്. വായനക്കാരെ ആദ്യം ഭയപ്പെടുത്തുകയും പിന്നീട് ആശ്വാസം നൽകുകയും ചെയ്യുന്ന രീതിയാണിത്. ഒരു പരസ്യം എന്നതിലുപരി പത്രത്തിന്റെ വാർത്താ പേജ് പോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തു. ഇത് വായനക്കാരെ കൂടുതൽ സമയം ആ പേജിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓൾഡ് VS ന്യൂ ട്രെൻഡ് പരസ്യ പത്രത്തിലേക്ക് പറിച്ചു നട്ടത് പുതുമയുള്ള നീക്കമായിരുന്നു. ഈ പരസ്യം വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴി തുറന്നിരിക്കുകയാണ്. ഇതിലെ പ്രധാന തർക്ക വിഷയങ്ങൾ ഇവയാണ്. ജനാധിപത്യത്തിൽ ഭരണകൂടങ്ങൾക്ക് തുടർച്ചയുണ്ടെന്നതാണ് സങ്കല്പം. രാഷ്ട്രീയ പാർട്ടികൾ മാറുമ്പോൾ സർക്കാർ എന്ന സംവിധാനം മാറുന്നില്ല. ഒരു ഭരണകൂടം എടുത്ത തീരുമാനങ്ങളും പദ്ധതികളും അടുത്ത ഭരണകൂടം തുടരുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ അതിന്റെ ഔദ്യോഗിക സംവിധാനമായ PRD ഉപയോഗിച്ച് മറ്റൊരു സർക്കാരിനെ ഔദ്യോഗികമായി വിമർശിക്കുന്നത് അസാധാരണമാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് PRD പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമികമായ ലക്ഷ്യം. എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ മോശമായി ചിത്രീകരിക്കാൻ സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നത് അഴിമതിയാണെന്നും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ പ്രചാരണം മാത്രമാണിതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. വികസന നേട്ടങ്ങൾ പറയുന്നതിന് പകരം മുൻപ് ഒന്നും നടന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ക്രിയാത്മകമായ രാഷ്ട്രീയമല്ല എന്ന വാദവും ഉയരുന്നുണ്ട്. കേരളം നേരിടുന്ന സമകാലീന പ്രശ്നങ്ങളായ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മലയാളത്തിലെ മിക്കവാറും എല്ലാ പ്രധാന പത്രങ്ങളിലും ഈ പരസ്യം വന്നിട്ടുണ്ട്. എന്നാൽ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ ഈ പരസ്യം പ്രസിദ്ധീകരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. BJP അനുകൂല പത്രമായ ജന്മഭൂമി പോലും ഈ പരസ്യം വന്നത് കൗതുകമുണർത്തി. പത്രങ്ങൾ തങ്ങളുടെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത തരത്തിൽ ഇതൊരു സർഗാത്മക പരസ്യമാണെന്ന് പ്രത്യേക ബോക്സിൽ എഴുതി ചേർത്തിരുന്നു. എങ്കിലും ഒരു വാർത്താ പേജിന്റെ രൂപത്തിൽ പരസ്യം നൽകുന്നതിന് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വിമർശനം മാധ്യമ പ്രവർത്തകർക്കിടയിലും ശക്തമാണ്. കുറച്ചുകാലം മുമ്പ് 2050 കേരളം എങ്ങനെയാകുമെന്ന രീതിയിലുള്ള സമാനമായ പരസ്യം PRD നൽകിയിരുന്നു. അത് വലിയ സ്വീകാര്യത നേടിയിരുന്നു. എന്നാൽ അന്നത്തെ പരസ്യം ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടായിരുന്നുവെങ്കിൽ ഇന്നത്തെ പരസ്യം ഭൂതകാലത്തിലേക്കുള്ള കടന്നാക്രമണമാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം പരസ്യങ്ങൾ നൽകാറുണ്ട്. എന്നാൽ സർക്കാർ നേരിട്ട് ഇത്തരം പരസ്യങ്ങൾ നൽകുന്നത് പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ഈ പരസ്യം വഴി സർക്കാർ ലക്ഷ്യമിട്ടത് വലിയൊരു ചർച്ചയാണ്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലും ചായക്കടയിലും ഇതിനെക്കുറിച്ച് ചൂടേറിയ സംവാദങ്ങൾ നടക്കുന്നു. വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേറിട്ട വഴികൾ തേടുന്നത് നല്ലതാണെങ്കിലും അത് ജനാധിപത്യപരമായ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാകരുതെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. സർക്കാരുകൾ മാറാം, പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ നിഷ്പക്ഷമായിരിക്കണമെന്ന കാഴ്ചപ്പാടിന് ഈ പരസ്യം ഒരു പോറലേൽപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിയമസഭയിലടക്കം ഈ വിഷയം വലിയ പുകിലുകൾക്ക് കാരണമാകുമെന്നതും ഉറപ്പാണ്.